ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു മെഴുക്കുരട്ടിയാണ്. നമ്മുടെ പയറും അതുപോലെ തന്നെ ചീരയുടെ തണ്ടും ചേർത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന മെഴുക്കുരട്ടി. നിങ്ങൾ ഇതുപോലെ മെഴുക്കുരട്ടി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ മെഴുക്കുരട്ടി തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ആകെ 2 ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുള്ളൂ. എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചീരയുടെ തണ്ടുണ്ടല്ലോ, ചീരയില മാത്രമേ പലരും തോരൻ വെക്കാൻ ഉപയോഗിക്കാറുള്ളൂ. ചീര തണ്ട് നമ്മൾ വേറെ കറി ഉണ്ടാക്കുക അല്ലെങ്കിൽ അവിയൽ ഉണ്ടാക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് ഉപയോഗിക്കുക. അപ്പോൾ ചീരയുടെ തണ്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇവിടെയൊക്കെ അച്ചിങ്ങ എന്ന് പറയുന്ന വള്ളിപ്പയർ എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ റെസിപ്പി ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മുടെ ചീരയുടെ തണ്ടുണ്ടല്ലോ, ചീരയുടെ തണ്ട് എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് കനം കുറച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യുക കേട്ടോ, അധികം വലിയ പീസുകളായിട്ട് കട്ട് ചെയ്യരുത്. എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരുപാട് വലിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കുക്കായി വരാൻ സമയം കൂടുതലെടുക്കും. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് ചീരയുടെ തണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് മുഴുവൻ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ പയറിൻ്റെ 2 സൈഡും വൃത്തിയാക്കിയതിന് ശേഷം പയറും ഇതുപോലെ തന്നെ ചെറുതായിട്ട് നമ്മൾ പയർ തോരനൊക്കെ കട്ട് ചെയ്യുന്ന പോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇത് കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് രണ്ടും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇതിൽ ആവശ്യമുള്ളത് ഇനി കുറച്ച് ഉള്ളിയാണ്. ഉള്ളി അല്ലെങ്കിൽ സവോള എടുക്കാം. ഉള്ളി ആണെന്നുണ്ടെങ്കിൽ ഒരു 6-7 ഉള്ളി എടുക്കുക. സവോള ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും ചെറിയ സവോള ഒരെണ്ണം എടുക്കുക. അങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് കാര്യങ്ങൾ ചേർക്കുന്നത്. അപ്പോൾ ഞാൻ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഒരു 6-7 ഉള്ളി എടുത്തിട്ടുണ്ട്. ആ ഉള്ളി നീളത്തിൽ കട്ട് ചെയ്ത് വയ്ക്കാൻ പോവാണ്. അതുപോലെ തന്നെ ഇതും എല്ലാം കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. ഒരുമിച്ച് തന്നെ കട്ട് ചെയ്യാം കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് വേവൊന്നും പ്രശ്നമില്ല, രണ്ടിൻ്റെയും വേവ് ഏകദേശം സെയിം തന്നെയാണ്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ നമ്മുടെ ചീരത്തണ്ടും പയറും അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിയും എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മെഴുക്കുവരട്ടി റെഡിയാക്കാം. അപ്പോൾ നമ്മളൊരു പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ ഇങ്ങനെയുള്ള മെഴുക്കുവരട്ടികളൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവിയിൽ വേവാൻ സമയം എടുക്കുന്നു, കൂടുതൽ കുക്കിംഗ് ടൈം വേണം എന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് കുറച്ച് 1-2 ടേബിൾ സ്പൂൺ വെള്ളം തളിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരു 1 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടി കഴിയാറായിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള അല്ലെങ്കിൽ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചേർത്ത് ഇളക്കിയതിന് ശേഷം നമ്മുടെ ചീര കട്ട് ചെയ്തതും, ചീരയല്ല ചീരയുടെ തണ്ട് കട്ട് ചെയ്തതും പയർ കട്ട് ചെയ്തതും എല്ലാം ഒരുമിച്ച് തന്നെ ചേർത്ത് കൊടുക്കാം. ഇത് റെഡ് ചീരയുടെ തണ്ടാണെങ്കിലും ഇതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. 2 ചീരയുടെ തണ്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കറിവേപ്പില ചേർക്കാം. 2-3 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഉപ്പൊന്നും നമ്മളിപ്പോൾ ചേർക്കുന്നില്ല കേട്ടോ. ഉപ്പ് ഇപ്പോൾ ചേർത്തിട്ടുണ്ടെങ്കിൽ വേവാൻ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് നമ്മൾ ഉപ്പ് കുറച്ച് കഴിഞ്ഞിട്ടേ ചേർക്കുള്ളൂ. ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ ബർണറിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ മുറിയുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വെള്ളം തളിച്ചു കൊടുക്കുക. ആദ്യമേ തന്നെ വെള്ളം തളിച്ചു കൊടുക്കണ്ട. ഇനി ഞാനിതൊന്ന് എല്ലാം ഒരുമിച്ചാക്കിയിട്ട് അടച്ചു വയ്ക്കട്ടെ. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിരുന്ന് കുക്കായി വരട്ടെ. അപ്പോൾ നമ്മുടെ ചീരത്തണ്ടും പയറും അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയി. ഞാൻ 2 പ്രാവശ്യം ഇളക്കി കൊടുത്തു. ഇതിലേക്ക് ഇനി നമുക്ക് ഉപ്പും മുളക് പൊടിയും ചേർക്കാം. നിങ്ങൾക്ക് മുളക് പൊടി ചേർക്കണം എന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർക്കാം, ഇല്ലെങ്കിൽ പച്ചമുളക് ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ മുളക് പൊടിയാണ് ചേർക്കുന്നത്. കാശ്മീരി ചില്ലി പൗഡർ ഒരു 1.25 ടീസ്പൂൺ. കളർ മാത്രമേ ഉണ്ടാവുള്ളൂ, എരിവ് അധികം ഉണ്ടാവില്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത് രണ്ടും ചേർത്ത് നന്നായിട്ട് ഇളക്കാം. അപ്പോൾ ഞാൻ വെള്ളമൊന്നും തളിച്ചു കൊടുത്തിട്ടില്ല. വെള്ളം തളിച്ചു കൊടുക്കാതെ തന്നെയാണ് ഇപ്പോൾ കുക്കായി കിട്ടിയിട്ടുള്ളത്. നമ്മൾ ചീരത്തണ്ടൊക്കെ ഇതുപോലെ പ്രസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ മുറിഞ്ഞ് വരുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു കണക്ക്. ആ ഒരു ടൈം ആവുമ്പോൾ നമ്മളിതുപോലെ മുളക് പൊടിയും ഉപ്പും ഒക്കെ ചേർത്ത് കൊടുക്കുക. അതുണ്ടോ,
ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വീണ്ടും ലോ ഫ്ലെയിമിൽ തന്നെ അടച്ചു വയ്ക്കുക. ഒരു 5 മിനിറ്റും കൂടെ അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കുക്കായി കിട്ടും. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു മെഴുക്കുവരട്ടിയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഇതുപോലെയുള്ള റെസിപ്പീസും ഉണ്ട്. അതുപോലെ തന്നെ കുറച്ച് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടുള്ള വ്യത്യസ്തമായ മെഴുക്കുവരട്ടികളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മെഴുക്കുവരട്ടി റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേലിസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. നീതാസ് ടേസ്റ്റ്ലാൻഡ് മെഴുക്കുവരട്ടി റെസിപ്പീസ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ചെയ്തിട്ടുള്ള മെഴുക്കുവരട്ടി റെസിപ്പീസ് എല്ലാം കിട്ടും. അപ്പോൾ മുളക് പൊടി ഒന്ന് കരിഞ്ഞു പോവാതിരിക്കാനാണ് ഞാനിതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി വീണ്ടും ഇതെല്ലാം ഒരുമിച്ചാക്കി ചേർത്തിട്ട് അടച്ചു വയ്ക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇനി ഇത് കുക്കായി കഴിയട്ടെ. അപ്പോൾ നമ്മൾ മുളക് പൊടിയും ഉപ്പും എല്ലാം ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് ആയി. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് കഴിക്കാനുള്ള ബൗളിലേക്ക് മാറ്റാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ മെഴുക്കുവരട്ടിയുടെ പരിപാടി. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോരുത് കേട്ടോ. ഞാനപ്പോൾ ഇതൊരു ബൗളിലേക്ക് മാറ്റട്ടെ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.